എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2025 മാർച്ച് മാസം ചിങ്ങക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. മകവും പൂരവും ഉത്രത്തിൻ്റെ കാൽഭാഗം ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ചിങ്ങക്കൂറുകാരുടെ മാർച്ച് മാസ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് പൊതുവിൽ അവരുടെ സമയപ്രകാരമാണെന്ന് നമുക്കൊന്ന് വിലയിരുത്താം. ചിങ്ങക്കൂറുകാരെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, കർമ്മവ്യാഴത്തിൻ്റെ ദോഷങ്ങൾ അനുഭവിക്കുന്ന രാശിക്കാരാണ് ഈ രാശിക്കാരെന്നുള്ളതാണ്. 2023 ജനുവരി മാസം കണ്ടകശനി ആരംഭിച്ച രാശി, അതുപോലെ തന്നെ 2024 ഏപ്രിൽ മെയ് മാസത്തോടു കൂടിയിട്ട് കർമ്മവ്യാഴം എന്ന ദോഷം ചന്ദ്രരാശിയുടെ 10ാം ഭാവമായ കർമ്മസ്ഥാനത്തുകൂടി വ്യാഴം സഞ്ചരിക്കുന്ന ഒരു വർഷമാണ് കർമ്മവ്യാഴം എന്ന ദോഷം. കർമ്മസംബന്ധമായ അരിഷ്ടതകൾ, തൊഴിൽ നഷ്ടപ്പെടുക, തൊഴിൽ ഉപേക്ഷിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുക, തൊഴിലിൽ നിന്ന് പിരിച്ചുവിടപ്പെടുക, തൊഴിലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ നമുക്കെതിരെ അന്വേഷണങ്ങളോ ഒക്കെ നടക്കുന്ന സമയം, നമുക്കെതിരെ നമ്മുടെ സുപ്പീരിയർ ഓഫീസറോ അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ടിംഗ് മാനേജറൊക്കെ നമുക്കെതിരെ തിരിയുന്നൊരവസ്ഥ, പൊതുവിൽ പ്രതികൂലമായിട്ടുള്ള കർമ്മ രംഗം ഉണ്ടായി വരുന്നൊരവസ്ഥയാണ് ഈ കർമ്മവ്യാഴം എന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിട്ട് അതിന് മുൻപ് കുറച്ച് ഏകദേശം ഒരു വർഷം 2024 ഏപ്രിൽ മുമ്പ് ഒരു വർഷം വ്യാഴത്തിൻ്റെ ഭാഗ്യസ്ഥാനത്തോടുള്ള സഞ്ചാരം കൊണ്ട് ഇവർ അത്രയൊന്നും ശ്രദ്ധിക്കാതെ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടിട്ടായിരിക്കാം ഇവർക്ക് 2024 ഏപ്രിൽ മെയ്യോടുകൂടി പെട്ടെന്നൊരു പ്രതികൂലത കർമ്മരംഗത്ത് സൃഷ്ടിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു പ്രതികൂലത ഇവർക്ക് ഉണ്ടാവുകയും അത് ഇവരെ വളരെയധികം ഇവർക്കെതിരെ അന്വേഷണം ഉണ്ടാവുകയോ തൊഴിൽ നഷ്ടപ്പെടുന്ന ഭീതി വർദ്ധിക്കുകയോ ഒക്കെ ചെയ്യുക, വളരെയധികം മാനസികമായിട്ട് സംഘർഷം, വളരെ ഊണുറക്കമില്ലാത്തൊരവസ്ഥ എന്നൊക്കെ പറഞ്ഞ പോലെ ഇവർക്ക് സമ്മർദ്ദം നാൾക്ക് നാൾ കൂടി വരുന്നൊരവസ്ഥ കഴിഞ്ഞ വർഷത്തിൽ ഇവർ കണ്ടു കാണും. 2024 ഏപ്രിൽ മുതൽ ഒരു ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങൾക്കിടയ്ക്ക് ഈ പ്രശ്നം വളരെ രൂക്ഷമാവുകയും ഒക്കെ ചെയ്തു കാണും. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം കണ്ടകശനി കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ശനിയുടെ പ്രതികൂലമായ അവസ്ഥയിലല്ല, അനുകൂലമായ ഭാവത്തിലാണെങ്കിൽ നമുക്കതിനൊരു സൊല്യൂഷൻ എങ്ങനെ തരണം ചെയ്ത് പോകാമെന്നൊക്കെ ഒരു മാർഗ്ഗം നമുക്ക് തെളിഞ്ഞു കിട്ടും. എന്നാൽ ശനിയും കൂടെ പ്രതികൂലത്തിലായതുകൊണ്ടിട്ട് ഇവർക്ക് തീരെ അത് മാനേജ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ അവരൊന്നെങ്കിൽ ആ തൊഴിൽ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ അവരെ പിരിച്ചുവിടും, അല്ലെങ്കിൽ അത് നമ്മൾ ലോങ് ലീവ് എടുത്തിട്ടോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോകേണ്ട അവസ്ഥകൾ പോലും സംജാതമാകാനുള്ളൊരു സമയമായിരുന്നു അവർ കഴിഞ്ഞ വർഷം ഒരു സെപ്റ്റംബർ മാസം മുമ്പ് വരെയൊക്കെ. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ഏപ്രിൽ മെയ് മാസം മുതൽക്ക് 6 മാസത്തോളം തുടർച്ചയായിട്ട് ഈ സമ്മർദ്ദം ഇവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ അവിടെ തളർത്തി ഇവർക്കൊരു ഒരു ട്രാൻസ്ഫോർമേഷൻ, പൊതുവിൽ ആളെ കണ്ടാൽ തിരിച്ചറിയാത്ത രീതിയിലുള്ളൊരു മാറ്റം സംഭവിച്ചു കാണാനുള്ള സാധ്യതയുണ്ട്. മുടിയൊക്കെ ഒഴിഞ്ഞ് ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് അവിടെ ഒരു കോലം കിട്ടുപോയൊരവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയി കാണാൻ എല്ലാ സാധ്യതകളും ഈ രാശിക്കാർക്കുണ്ട്. ഈ 2 ദോഷങ്ങളും ഒരുമിച്ച് വന്നു എന്നുള്ളതാണ് അതിൻ്റെ ജ്യോതിഷപരമായിട്ടുള്ള കാരണം. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഏതൊരു കഷ്ടകാല സമയത്തിനിടയ്ക്ക് ഒരു നല്ല കാലം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് കഴിഞ്ഞ വർഷം ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലൊക്കെ അല്പം ആശ്വാസമായിട്ട് വ്യാഴത്തിൻ്റെ വക്രഗതി, അപ്പോൾ അവർക്ക് ഒരാശ്വാസം എന്ന രീതിയിലേക്ക് കുടുംബങ്ങൾക്കിടെ അല്പം ചിലവഴിക്കാൻ സാധിക്കുക, ജോലി നഷ്ടപ്പെട്ടെങ്കിൽ പോലും കുടുംബങ്ങളായിട്ട് ചിലവഴിക്കാൻ സാധിക്കുക, നാട്ടിലൊക്കെ ഒന്ന് വരാൻ സാധിക്കുക, ഒന്ന് ആ സംഘർഷഭരിതമായ അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഇവർക്ക് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലൊക്കെ ഉണ്ടായി കാണും. ജനുവരി മാസം ആരംഭിച്ച് അല്പം ടെൻഷൻ വീണ്ടും വരും. വക്രനിവൃത്തിയിലേക്ക് ആഗ്രഹം പോകുമ്പോൾ വീണ്ടും ടെൻഷനുകൾ വരും. അങ്ങനെയുള്ള സമയത്തിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തോടെ വ്യാഴം നേർഗതിയിൽ ഇവരുടെ കർമ്മഭാവത്തിൽ വന്ന് വീണ്ടും ആ ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ആദ്യ 6 മാസങ്ങൾ ഉണ്ടായിരുന്ന രൂക്ഷതയൊന്നും ഇനി ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ കണ്ടകശനി എന്ന ദോഷം ഇവർക്ക് അവസാനിക്കുന്നു, അഷ്ടമശനി ആരംഭിക്കുന്നു. അതിൽ തന്നെ കുറച്ച് ആശ്വാസം ഉണ്ടാകുന്നൊരു കാര്യം, ഈ ശനിയുടെ ദോഷം അവസാനിച്ചു കഴിഞ്ഞാൽ അഷ്ടമശനിയുടെ ഫലങ്ങൾ ആരംഭിക്കുമ്പോൾ കുറച്ച് വൈകും. ഏകദേശം ഒരു ജൂൺ മാസത്തോടു കൂടി ആ ശനിയുടെ ഫലങ്ങൾ ആരംഭിക്കുള്ളൂ. അല്പം മാസങ്ങൾ ഇവർക്ക് അത്ര ഒരു പ്രത്യേകിച്ച് ഒരു ദോഷഫലങ്ങൾ ഒന്ന് കുറയുകയാണ് ചെയ്യുന്നത്. ശനിയുടെ ദോഷഫലങ്ങളൊന്ന് പുതിയ അഷ്ടമശനിയുടെ ദോഷഫലങ്ങൾ ആരംഭിച്ച് വരുമ്പോൾ കുറച്ച് താമസിക്കും. അപ്പോൾ പൊതുവിൽ ഇവർക്ക് ഈ മാസം ശനിയുടെ മാറ്റം, ശനിയുടെ കണ്ടകശനി എന്ന 7ാം ഭാവത്തിൽ നിന്ന് അഷ്ടമശനി എന്ന 8ാം ഭാവത്തിലേക്ക് ശനിയുടെ മാറ്റം ഈ മാസം മാർച്ച് മാസം 29-നും, അതുപോലെ തന്നെ സൂര്യൻ്റെ മാറ്റം ഈ മാസം മാർച്ച് മാസം 14-ാം തീയതിയാണ് വരുന്നത്. ഈ 2 ഗ്രഹങ്ങളും ഇവരുടെ 7ാം രാശിയിൽ നിൽക്കുകയാണ്. 7-ൽ നിന്ന് 8ാം ഭാവത്തിലേക്ക് ഈ ഗ്രഹങ്ങൾ മാറുന്നത് മാർച്ച് 14-ാം തീയതിയും അതുപോലെ തന്നെ മാർച്ച് 29-ാം തീയതിയാണ്. അങ്ങനെ ഇതാണ് ഇവരുടെ പൊതുവിലുള്ളൊരു ഇവർക്ക് വ്യാഴത്തിൻ്റെ ഈ കർമ്മവ്യാഴെന്ന ദോഷം മെയ് മാസം 15-ാം തീയതി വരെയുണ്ട്. അപ്പോൾ ഇവർക്ക് കർമ്മവ്യാഴം തുടരുന്നു, കണ്ടകശനി മാറി അഷ്ടമശനി ആവാൻ വേണ്ടി പോകുന്നു. ഈ ഒരു സമയത്ത് ഈ മാസത്തെ ഗ്രഹസ്ഥിതി എപ്രകാരമാണ്
ചിങ്ങക്കൂറുകാർക്ക് നമുക്ക് നോക്കാം. അതങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കൽ പോലും ഒരു ഗ്രഹത്തിൻ്റെയോ രണ്ട് ഗ്രഹത്തിൻ്റെയോ വ്യാഴത്തിൻ്റെയും ശനിയുടെയും പ്രധാനമാണെങ്കിൽ കൂടി മറ്റ് ഗ്രഹങ്ങളുടെ എല്ലാം സ്ലോ മൂവിങ് ആയിട്ടുള്ള ശുക്രൻ, ബുധൻ, സൂര്യൻ, ചൊവ്വയൊക്കെ അനുകൂലത്തിലാണെങ്കിൽ ഒരു എത്ര തന്നെ പ്രതികൂലമാണെങ്കിൽ പോലും കുറച്ച് അനുകൂലതകൾ വരും. അപ്പോൾ അങ്ങനെ പൊതുവിൽ നമുക്ക് ഇവരുടെ ഗ്രഹസ്ഥിതി ഈ മാസം എപ്രകാരമാണെന്ന് പരിശോധിക്കാം. ചിങ്ങക്കൂറിൻ്റെ ധനസ്ഥാനത്ത് കന്നിയിൽ കേതു, ചിങ്ങക്കൂറിൻ്റെ 7ാം രാശിയായിട്ടുള്ള കുംഭം രാശിയിൽ സൂര്യൻ, ശനി. സൂര്യൻ മാർച്ച് മാസം 14-ാം തീയതിയും ശനി മാർച്ച് മാസം 29-നും അഷ്ടമരാശിയിലേക്ക് പ്രവേശിക്കും. അഷ്ടമരാശിയിൽ വളരെയധികം ഗ്രഹങ്ങളുണ്ട്. അഷ്ടമരാശിയിൽ ശുക്രൻ, രാഹു, ബുധൻ, 2 ഗ്രഹങ്ങൾ കൂടെ മാസപ്പകുതിയോടെ അവസാനത്തോടെ അങ്ങോട്ട് വരും. അപ്പോൾ അഷ്ടമരാശിയിൽ ഗ്രഹങ്ങൾ 5 ഗ്രഹങ്ങളാവും ഇപ്പോൾ ഈ മാസം അവസാനത്തിൽ. ശുക്രൻ അഷ്ടമരാശിയിൽ മാർച്ച് 1-ാം തീയതി മുതൽക്ക് വക്രഗതിയിലാണ്. ബുധൻ മാർച്ച് 14 വരെ നേർഗതിയിലും പിന്നീട് വക്രഗതിയിലാണ്. രാഹു നേർഗതിയിലാണ് ആ രാശിയിൽ നിൽക്കുന്നത്. വ്യാഴം നേർഗതിയിൽ ഇവരുടെ കർമ്മരാശിയായിട്ടുള്ള ഇടവം രാശിയിൽ 10-ാം രാശിയിൽ, അതുപോലെ തന്നെ 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചൊവ്വയുടെ സ്ഥിതി വളരെ അനുകൂലമാണ് ഇവർക്ക് ഈ മാസം മുഴുവൻ ആ സ്ഥിതി ഉണ്ടാവും. പക്ഷേ ഇവരുടെ അഷ്ടമരാശിയിൽ വക്രഗതിയിൽ നിൽക്കുന്ന ശുക്രൻ ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അല്പം പ്രതികൂലമായിട്ടുള്ള ഗ്രഹസ്ഥയാണ് അഷ്ടമരാശിയിൽ വക്രഗതിയിൽ വരുന്ന ശുക്രൻ. അതുപോലെ തന്നെ അഷ്ടമരാശിയിൽ വക്രഗതിയിൽ വരുന്ന ബുധൻ ഇവർക്ക് മാർച്ച് മാസം 14-ാം തീയതിക്ക് ശേഷം ഇവരുടെ വ്യക്തിബന്ധങ്ങളിൽ ജീവിത പങ്കാളിയായിട്ട്, അതുപോലെ തന്നെ പ്രണയിതാവായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ അല്പം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അപ്പോൾ ആശയവിനിമയം, ബുധനെ കൊണ്ട് പ്രധാനമായിട്ട് ആശയവിനിമയം വളരെയധികം മാർച്ച് 14-ന് ശേഷം വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അഷ്ടമരാശിയിലെ രാഹുവിൻ്റെ സ്ഥിതിയും അഷ്ടമരാശിയിലെ ശുക്രൻ്റെ വക്രത്തിൻ്റെ സ്ഥിതിയും, അതുപോലെ തന്നെ അഷ്ടമരാശിയിലെ ബുധൻ്റെ വക്രത്തിൻ്റെ ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ ചൊവ്വയുടെ ലാഭസ്ഥാനത്ത് നിൽപ്പുകൊണ്ട് മാനേജ് ചെയ്ത് പോകാൻ വേണ്ടി കഴിയും. എങ്കിലും കർമ്മരാശിയിൽ നേർഗതിയിൽ ശക്തി പ്രാപിച്ചു വരുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി ഇവർക്ക് അല്പം തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തൊഴിലിനെ പറ്റിയിട്ടുള്ള ആശങ്ക അങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി വരും വ്യാഴത്തിൻ്റെ കർമ്മഭാവത്തിലെ സ്ഥിതി. ഇവരുടെ വ്യക്തിജീവിതത്തെ അത് ബാധിക്കും. വ്യാഴത്തിൻ്റെ ആ കർമ്മരാശിയിലെ സ്ഥിതി വ്യക്തിജീവിതത്തെയും കാര്യമായിട്ട് ബാധിക്കും. പിന്നെ പ്രധാനമായിട്ടും പറയേണ്ടത് ഇവരുടെ ചിങ്ങം രാശിയുടെ 2-ാം രാശിയിൽ നിൽക്കുന്ന കേതു, അതുപോലെ തന്നെ അഷ്ടമരാശിയിലെ രാഹു, ഈ സ്ഥിതി ഇത് ശരിക്കും ഒരു പ്രതികൂലമായ ഈ സർപ്പഗ്രഹങ്ങൾ വേണ്ടത്ര നല്ല ഭാവത്തിലല്ല നിൽക്കുന്നതെന്നുള്ളതും ഇങ്ങനെയുള്ള കുറച്ച് ദോഷങ്ങൾ അഷ്ടമത്തിൽ മറ്റ് ഗ്രഹങ്ങൾ കൂടെ വന്നതൊക്കെ ഒരു പ്രതികൂലത പൊതുവിൽ ഇവർക്ക് സൃഷ്ടിക്കും. ഇതെല്ലാം പോരാഞ്ഞിട്ട് ശനി കൂടി ആ രാശിയിലേക്ക് വരുന്നു, അഷ്ടമരാശിയിലേക്ക് വരുന്നു ഈ മാസം അവസാനം. ഇവർക്കൊരു വലിയ അത്ര നല്ല മാസമല്ല എന്ന് പറയാമെങ്കിൽ കൂടി ചൊവ്വയുടെ സ്ഥിതി ഇവരുടെ മറ്റ് ദോഷങ്ങളെയൊക്കെ ഒരു പരിധിവരെ ഈ മാസത്തിൽ പ്രതിരോധിക്കും. മറ്റ് ഗ്രഹദോഷങ്ങളെയൊക്കെ ചൊവ്വ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ് സ്ലോ മൂവിങ് ആയിട്ടുള്ള ഗ്രഹങ്ങളെ കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ പൊതുവിലുള്ള ഫലം കിട്ടുള്ളൂ. അപ്പോൾ ചൊവ്വയുടെ ആ ലാഭസ്ഥാനത്തെ സ്ഥിതി അത് വളരെ നേർഗതിയായതുകൊണ്ടിട്ട് വളരെ അനുകൂലമായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ടിട്ട് പല കാര്യങ്ങളും ഇവർക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. സൂര്യൻ്റെ 7-ലേക്ക് 8-ലേക്കുള്ള മാറ്റവും ഇവർക്ക് അത്ര നന്നായിട്ട് അല്ല ഈ മാസം ഇരിക്കുന്നത്. എങ്കിലും പൊതുവിൽ ആ ഒരു സ്ഥിതി കൊണ്ടിട്ട് ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു ഏത് പ്രശ്നത്തെയും തരണം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ളൊരു ഊർജ്ജവും ഒരു വഴിവിളക്കമൊക്കെ ഇവർക്ക് ലഭിക്കും. ഇവർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇവരിപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നതിനേക്കാൾ നല്ലത് അതിജീവനത്തിന് മുൻതൂക്കം കൊടുക്കുക, എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് പോകുന്നതിന് മുൻതൂക്കം കൊടുക്കുകയാണ് ഇവർ ചെയ്യേണ്ടത്. അല്ലാതെ ഇവർ ഒരുപാട് പ്രതീക്ഷകൾ വയ്ക്കുക നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത്. ഇവർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇവർക്ക് പെട്ടെന്നൊരു എന്താ പറയുക, നമുക്കൊരു ട്വിസ്റ്റ് വരിക എന്ന് പറയില്ല, എന്ന് പറഞ്ഞതുപോലെ ഒരു 12 ആഴ്ചകൾക്ക് ശേഷം ഇവർക്ക് ഒരു എടുത്തു പറയേണ്ട ഒരു വഴിത്തിരിവ് സംഭവിക്കും ജീവിതത്തിൽ. ആ ഒരു പ്രതീക്ഷയിൽ മുമ്പോട്ട് പോവുക. ഏകദേശം ഒരു മെയ് മാസം പകുതിയോട് കൂടിയിട്ട് ഇവർക്ക് മാർച്ച് മാസം മാർച്ച് 29 ശനി മാറ്റത്തിന് ശേഷം പിന്നെ അഷ്ടമശനി ദോഷങ്ങൾ ആരംഭിക്കുന്നതിന് കുറച്ച് താമസം ഉണ്ടാകും. ആ സമയത്ത് തന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതി 15-ലേക്ക് ആകുന്നതുകൊണ്ടിട്ട് വ്യാഴം മെയ് 15-ാം തീയതിയാണ് മാറുന്നത്. എങ്കിലും ഏപ്രിൽ മാസം 15-ാം തീയതിയോട് കൂടിയിട്ട് ഏകദേശം ഒരു മാസം മുൻപ് മുതൽക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഏകദേശം മെയ്യിൽ ഇവരുടെ ഒരു എന്താ പറയുക ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു വഴിത്തിരിവ് ഇവർക്ക്
ഏപ്രിൽ 15-നും മെയ് 15-നും ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുക ഈ രാശിക്കാർക്ക്. ആ പ്രതീക്ഷയിൽ നിങ്ങൾ മുമ്പോട്ട് പോവുക. ഈ ഒരു ചെറിയ തടസ്സങ്ങളൊക്കെ നമുക്കൊരു നല്ലതിനാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഈ രാശിക്കാർ. നിങ്ങൾ ചെയ്യേണ്ടത് ഈ മാസം കാലഭൈരവ അഷ്ടകം ശ്രവിക്കുക. കാലഭൈരവനെ പ്രാർത്ഥിക്കുന്ന ശരീരത്തിനും മനസ്സിനുമൊക്കെ നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി നൽകുന്നതിന് സഹായിക്കും. കാലഭൈരവ അഷ്ടകം ശ്രവിക്കുകയോ ചൊല്ലുകയോ ചെയ്യുക. അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. ശനിയാഴ്ചകളിൽ നിർബന്ധമായിട്ടും ഈ ശനീശ്വരൻ്റെ മാറ്റം സംഭവിക്കുന്ന ഈ മാസത്തിൽ ശനീശ്വര ക്ഷേത്രങ്ങൾ ദർശിച്ച് നീരാഞ്ജനം, നെയ്വിളക്ക് തുടങ്ങിയവ ഈ മാസം എന്തായാലും ചെയ്തിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കുഴപ്പങ്ങളില്ലാതെ തന്നെ മുമ്പോട്ട് പോകുന്നതിന് സഹായിക്കും. ചൊവ്വ നിങ്ങൾക്ക് ഒരു സംരക്ഷണ കവചമൊരുക്കി ഈ മാസം ഉണ്ടെന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ചിങ്ങരാശിയിൽപ്പെട്ട എല്ലാവർക്കും അവരുടെ ഭാഗ്യം നിറഞ്ഞൊരു കാലത്തിലേക്ക് എത്താനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ചെറിയ തടസ്സങ്ങളൊക്കെ നീക്കി മുമ്പോട്ട് പോകുന്നതിന് ഇവർ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക. ഒരിക്കൽ കൂടി ചിങ്ങൻ രാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും. നന്ദി, നമസ്കാരം.